വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സുഹൂക്കിനെയും ഹൗസ് വാമിംഗ് പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ബോറ കോൾ കട്ട് ചെയ്യുന്നത്. അത് സുഹൂക്കിന് മനസ്സിലാവുകയും ചെയ്യും. ബോറ എന്നിട്ട് എന്തോ ഇതൊന്നും പറഞ്ഞിട്ട് യൂജങ്ങിന്റെ അടുത്തേക്ക് ചെല്ലും. അവൾ വിചാരിക്കും അവളുടെ ബാഗിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഇത് ജിൻമു എനിക്ക് വാങ്ങിച്ചു തന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ബാഗ് കാണിക്കും. ബാഗ് യൂജങ് തറയെ വെക്കുന്നതേ ഇല്ല. അപ്പം ഹൗസ് വാമിംഗ് പാർട്ടിക്കൊന്നും വന്നതല്ല, എന്നെ ബാഗ് കാണിക്കാൻ വന്നതാണല്ലേ എന്നാണ് ഇപ്പൊ ബോറ ചോദിക്കുന്നത്. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂജങ് ജിൻമുവിനെയും പാർട്ട് ടൈമറെയും വിളിച്ചിട്ടുണ്ടെന്ന് ബോറ അടുത്ത് പറയും. അങ്ങനെ അവർക്കെല്ലാം വേണ്ടിയിട്ട് ബോറ ഫുഡ് ഓർഡർ ചെയ്യും. പാർട്ട് ടൈമർ എങ്ങനെയാണ്, ആളെ ഹാൻസം ആണോ എന്ന് ബോമി ചോദിക്കുമ്പോഴത്തേക്കിനും ആണെന്ന് യൂജങ് പറയും. അങ്ങനെ ബെല്ലടിക്കുമ്പോഴത്തേക്കിനും ബോമിയാണ് പോയി വാതിൽ തുറക്കുന്നത്. ജിൻഹുവും അവളും നല്ല ക്ലോസ് ആണ്. അതിന് പുറകെയാണ് ജിൻഹു കയറി വരുന്നത്. അന്നേരമാണ് അവൾ ആളെ ശ്രദ്ധിക്കുന്നത്. രണ്ടുപേരും പരസ്പരം കാണുമ്പോഴത്തേക്കിനും ഞെട്ടിപ്പോവും. ഇവരുടെ എക്സ്പ്രഷൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ എന്ന് യൂജങ് ചോദിക്കും. പക്ഷെ ഇല്ല എന്ന് പെട്ടെന്ന് തന്നെ ബോമി ഇടയ്ക്ക് കയറി പറയും. കാരണം ഇവന് എന്തെങ്കിലും അബദ്ധം പറയുമെന്ന് അവർക്ക് അറിയായിരുന്നു. എന്നെപ്പറ്റി ഇയാൾ ആരോടും സംസാരിച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ, ഇവിടെ വെച്ചിട്ട് എന്നെ അറിയാവുന്നതൊട്ടൊന്നും ഇയാള് സംസാരിച്ചേക്കരുതെന്ന് ബോമി ജിൻഹോയ്ക്ക് വാണിംഗ് കൊടുക്കും. പക്ഷെ അവനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവും. ഓൾറെഡി എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരോടെല്ലാം. അടുത്ത ആരോ വരും. അപ്പൊ ഫുഡ് കൊണ്ടുവന്നാണെന്ന് വിചാരിച്ച് ബോറ നിന്ന് വാതിൽ തുറക്കുമ്പോൾ അത് സുഹൂക്കായിരിക്കും. അവർക്ക് എങ്ങനെ അവനെ ഫേസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ആദ്യം അങ്ങ് വാതിലടയ്ക്കും. പക്ഷെ തുറന്നു കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അവനകത്ത് കയറിയിട്ട് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. അന്നേരത്തേക്ക് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആള് വിളിക്കും. ഇവള് അഡ്രസ്സ് കൊടുത്തിരുന്നത് പഴയ ഫ്ലാറ്റിലേതാണ്. അങ്ങനെ അവിടെയാണ് അയാൾ ഡെലിവറി ചെയ്തത്. അങ്ങനെ ഇവർക്കത് എടുക്കാൻ വേണ്ടി പോകേണ്ടി വരും. വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് സുഹൂക്ക് മാത്രമാണ്. അങ്ങനെ സുഹൂക്കും ബോറയും കൂടിയാണ് എടുക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ കാര്യം എന്ന് പറഞ്ഞ് സുഹൂക്ക് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഇവർക്ക് ചമ്മലൊന്നും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇത്ര വലിയ കാര്യമാണ്, ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇവൾ അങ്ങോട്ടേക്ക് പറയും. അപ്പൊ സുഹൂക്ക് പറയുന്നത് എനിക്ക് അന്ന് സംഭവിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. ഇനിയിപ്പോ ഞാൻ പ്രിറ്റൻഡ് ചെയ്യണ്ടല്ലോ എന്നാണ്. ഇവർ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിനും യൂജങ്ങും ബോറയും ജിൻഹോയുടെ അടുത്ത് ചോദിക്കും ആ കുട്ടിയെ വീണ്ടും മീറ്റ് ചെയ്തോ എന്ന്. അപ്പൊ ഇവൻ മീറ്റ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കിനും അതിന്റെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല, അതിനെ മീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ യൂജങ് പറയും. അതിന്റെ കൂട്ടത്തിൽ ബോറയും കുറെ കുറ്റം പറയും. ബോമയെ പറ്റിയാണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ ഇവൻ ഓൾറെഡി അവളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷെ അവളാണെന്ന് മാത്രം അവർക്ക് അറിയത്തില്ല. ആകെ പ്രശ്നമായെന്ന് മനസ്സിലാവുമ്പോൾ ജിൻഹോ ബോമയെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കും. ആ കുട്ടി അങ്ങനെയൊന്നും അല്ല, നല്ല കുട്ടിയാണ്, ഞാൻ എന്തായാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും, അന്നേരം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ കുട്ടിയെ ഇഷ്ടപ്പെടും എന്നാണ് ഇവൻ പറയുന്നത്. ബോമി അന്നേരം സുഹൂക്കിന്റെ അടുത്ത് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. അവനില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്റെ ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കിനും ബോറ ഇടയ്ക്ക് കയറി സംസാരിക്കും. അവളെ ബാക്കി പറയാനായിട്ട് സമ്മതിക്കത്തില്ല. എല്ലാവരും ഒന്നിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ലാസ്റ്റ് അവർ അവിടുന്ന് പിരിയുന്നത്. ബോമി വേസ്റ്റ് കളയാനായിട്ട് പോകുമ്പോഴത്തേക്കിനും ജിൻഹോ കൂടെ ചെന്നിട്ട് ചോദിക്കും ഇയാളെ ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ എന്ന്. അപ്പൊ എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല എന്ന് അവൾ പറയുമ്പോഴത്തേക്കിനും അവന് സന്തോഷമാവും. സുഹൂക്ക് പോകാൻ നേരത്ത് അവൾക്ക് ഹൗസ് വാമിംഗ് ഗിഫ്റ്റ് കൊണ്ടുവന്നതിനും അന്ന് ഹെൽപ്പ് ചെയ്തതിനും അവള് നന്ദി പറഞ്ഞിട്ടാണ് വിടുന്നത്. ബുക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോറയും സുഹൂക്കും കൂടി വീണ്ടും മീറ്റ് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഇയാള് ജുവാനെ വീണ്ടും വിൻ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് സുഹൂക്ക് ചോദിക്കുമ്പോൾ കുറച്ച് സെഡ്യൂസിങ് സ്കിൽസ് ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ വിൻ ചെയ്യും. ഒരാളുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള ഇംപ്രഷൻ ആയിരിക്കും, പക്ഷേ ലാസ്റ്റ് ഇംപ്രഷൻ എപ്പോഴും ലാസ്റ്റിംഗ് ഇംപ്രഷൻ ആയിരിക്കും. എന്നെപ്പറ്റി ജുവാനുള്ള ഇംപ്രഷൻ വളരെ മോശമാണ്. ഞാൻ എൻ്റെ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വളരെ മോശം അവസ്ഥയിൽ അവൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന് കരയുന്ന ഒരു പിക്ചർ ആയിരിക്കും അവൻ്റെ മനസ്സിലുള്ളത്. ഒരിക്കലും അത് ഒരുപാട് കാലം അവൻ ഓർത്തിരിക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി എനിക്ക് പ്രോപ്പറായിട്ട് ബ്രേക്കപ്പ് ആവണം, എന്നെ ഓർക്കണം എന്നും ആ ഒരു രീതിയിൽ വേണം എന്നെ ഓർക്കാൻ എന്ന് ഇവള് പറയുമ്പോഴത്തേക്കും ഇയാൾ എന്താണ് പറയുന്നത്, ഓൾറെഡി ബ്രേക്കപ്പ് ആയില്ലേ, ഇനി എന്ത് ചെയ്യാനാണ് പോകുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഇവളുടെ ഈ സംസാരം കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നിയിട്ട് ചോദിക്കും ഇയാള് വീണ്ടും സെഡ്യൂസ് ചെയ്യാൻ പോവാണെന്നാണോ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എന്റെ സ്കിൽസിൽ എനിക്ക് വിശ്വാസമുണ്ട്, വേണമെങ്കിൽ ഇയാളെ ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് സെഡ്യൂസ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞിട്ട് അവളോട് വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കും. അങ്ങനെ പല സംഭവങ്ങളും കാണിക്കും. മുടിയൊക്കെ മാറ്റി ചിരിച്ചൊക്കെ കാണിക്കും. സുഹൂക്ക് അഫക്റ്റഡ് ആവുന്നുണ്ട്, പക്ഷെ അവനത് കാണിക്കത്തില്ല. ഇതാണോ ഇയാളുടെ സ്കില്ല്, ഇതും കൊണ്ട് വേറെ ആരടുത്തും പോരുത് കേട്ടോ, എന്തായാലും കുഴപ്പമില്ല, എനിക്ക് കുറെ ചിരിക്കാനായിട്ട് പറ്റി, എന്തായാലും പക്ഷെ ഇത് വർക്ക് ആവത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഇത്രയും ബ്രൂട്ടലായിട്ട് എന്നോട് പറയണ്ടായിരുന്നു, എന്നാലും ഞാൻ എന്തായാലും ഇത് പരീക്ഷിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ഒരു ഹോളിവുഡ് സിനിമ ഉണ്ടായിരുന്നു, അതിന്റെ ക്ലൈമാക്സിൽ നായിക ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്ന് നായകന്റെ അടുത്ത് യാത്ര പറഞ്ഞു പോകുന്നത്. അപ്പം നായിക ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കും. ഞാനും അതുപോലൊരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ജുവാനെ കാണാൻ പോവുകയാണെന്ന് പറയും. ഇങ്ങനെ ഒരാളെയാണല്ലോ ഞാൻ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി കളഞ്ഞതെന്നുള്ള ഒരു ചിന്ത ജുവാന്റെ മനസ്സിൽ ഞാൻ വരുത്തും എന്ന് വിളി സുഹൂക്കിന്റെ അടുത്ത് പറയും. എന്നിട്ട് ലാസ്റ്റ് പറയുന്നത് ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തായാലും സുഹൂക്ക് എന്നെ പറ്റി ഓർക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് ജുവാൻ സ്ഥിരമായിട്ട് കഴിക്കാൻ വരുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് സുഹൂക്കിനെ കൂട്ടി വരുന്നത്. അപ്പം എല്ലാ ഞായറാഴ്ചകളിലും അവൻ പള്ളിയിലൊക്കെ പോയിട്ട് ഇവിടെ വന്ന് ഇത് കഴിക്കാറുണ്ട്, വളരെ ഇഷ്ടമാണ് ഈ ഫുഡ്. അതുകൊണ്ട് തന്നെ അടുത്ത ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് ഇവിടെ വരണം, എന്നിട്ട് ആക്സിഡന്റലായിട്ട് എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ജുവാനെ കാണണം, അന്നേരമായിരിക്കും ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജിയൊക്കെ ഞാൻ ഉപയോഗിക്കാനായിട്ട് പോകുന്നതെന്ന് പറയും.
ബോറ പറഞ്ഞ തൊട്ട് സുഹൂക്കിന് അന്ന് രാത്രി ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. അവള് പറഞ്ഞതും ചെയ്തതും എല്ലാം തന്നെ ഇങ്ങനെ ഓർത്തോണ്ട് കിടക്കുവാണ്. പിറ്റേ ദിവസം വരുമ്പോഴത്തേക്കിനും സാൻജിൻ അവൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്താ വല്ലാതിരിക്കുന്നത്, ഇപ്പൊ ഉറക്കമൊന്നും കിട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും, ഇല്ല ഉറക്കമൊന്നും ഇല്ല, പക്ഷെ അതൊരു ഫൺ രീതിക്കാണ്, വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്, ലാസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു നിങ്ങൾ ഡിവോഴ്സ് ചെയ്തപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ സാൻജിൻ പറയും, അത് ഞങ്ങൾ കോർട്ടിൽ വെച്ചാണ് പിരിഞ്ഞതെന്ന് പറയുന്നത്. അല്ല, ലാസ്റ്റിംഗ് ഇംപ്രഷൻ ആണെന്ന് ഞാൻ കേട്ടു. അപ്പോൾ സാൻജിൻ്റെത് എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. സാൻജിൻ ഒന്നും മിണ്ടാതെ നിൽക്കും. നിൻഹോ ബോമിക്ക് മെസ്സേജ് അയക്കും, നമുക്ക് ഒന്നിച്ച് കട്ട്ലറ്റ് കഴിക്കാൻ പോയാലോ, ഇയാൾക്ക് കട്ട്ലറ്റ് ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ശരി, ഞാനിവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് ഏറ്റവും നല്ലത് ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് അവിടെ പോകാം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. അവന് ഭയങ്കര സന്തോഷമാണ് ഇവള് റിപ്ലൈ കൊടുക്കുമ്പോൾ. അടുത്ത മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ബോറ വരുന്നത് യൂജങ്ങിന്റെ കഫേയിലേക്ക് തന്നെയാണ്. യൂജങ് ആ സമയത്ത് ജിൻവുവിനെ വായിക്കൊണ്ടിരിക്കുകയാണ്. അത്ര ഹാൻസം ഒന്നും, അല്ലെങ്കിൽ എത്ര നല്ലതാണ് എൻ്റെ ഹസ്ബൻഡ് എന്നറിയാമെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ അവനെ ഇങ്ങനെ പൂഴ്ത്തി സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ബോറയ്ക്ക് മനസ്സിലാവും യൂജങ്ങിന് ജിൻവുവിനെ ഭയങ്കര കാര്യമാണെന്ന്. അങ്ങനെയാണ് ജിൻഹു അവിടേക്ക് വരുന്നത്. അപ്പം ഞാൻ ആ കുട്ടിയെ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്രാവശ്യം ഞാൻ അതിനെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് മീറ്റിംഗ് ആണ്, പക്ഷെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പോവുകയാണെന്ന് പറയും. ഉടനെ യൂജങ് ഇവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, അങ്ങനെയാണെങ്കിൽ ഒരു ഇവന്റ് അറേഞ്ച് ചെയ്താൽ മതി, പാട്ടൊക്കെ പാടി, ഒരു ബാൻഡിന്റെ കൂടെ പാട്ടൊക്കെ പാടി എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് സ്ട്രീറ്റിൽ വെച്ച് പ്രപ്പോസ് ചെയ്താൽ മതി, കുട്ടിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുമായിരുന്നു. അല്ല, അതൊക്കെ പെൺകുട്ടികൾക്ക് ദേഷ്യമാണെന്നാണല്ലോ ഞാൻ ഓൺലൈനിൽ വായിച്ചതെന്ന് പറയുമ്പോൾ, അയ്യോ അങ്ങനൊന്നുമില്ല, ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഇഷ്ടപ്പെടുമല്ലോ അല്ലേ എന്ന് ബോറ എടുത്ത് ചോദിക്കും. ബോറ പിന്നെ തീർച്ചയായിട്ടും എന്തായാലും ആ കുട്ടിക്ക് അത് ഇഷ്ടപ്പെടും, ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ് ഇഷ്ടം, അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ ഇംപ്രസ്ഡ് ആവും എന്നൊക്കെ പറഞ്ഞതിനെ വിടും. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യത്തോടു കൂടി ആ പെൺകുട്ടിക്ക് ദേഷ്യവും, അങ്ങനെ ഇവർ ബ്രേക്കപ്പ് ആവും എന്നാണ് ഇവർ വിചാരിച്ചു വെച്ചേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ അവൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നു, ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പം ബുക്ക് എഴുതുന്നതിനെ പറ്റി പബ്ലിഷ് ചെയ്യുന്നത് വരെയുള്ള പല കാര്യങ്ങളും നന്നായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സുഹൂക്ക്. അത് കാണുമ്പോൾ ബോറ ഇംപ്രസ്ഡ് ആവും. ഇത്രയും നല്ല മെറ്റിക്കുലസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് സുഹൂക്ക് എന്ന് സാൻജിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് അവനെ അഭിനന്ദിക്കും. ബോറ അവിടുന്ന് സുഹൂക്കിനെ വിളിച്ചുകൊണ്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ടാണ് വരുന്നത്. അപ്പൊ എന്തിനാണ് എന്നെ കൊണ്ട് ഇവിടേക്ക് വരുന്നത്, ഒരു ഫിലിമിൽ കണ്ട സംഭവങ്ങൾ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാനാണെങ്കിൽ ഇയാൾക്ക് പോയി ആ ഡ്രസ്സൊക്കെ വാങ്ങിച്ച പോരെ, അതിന് എന്നെ എന്തിനാണ് വിളിച്ചിട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ബയാസ്ഡ് അല്ലാതെ കൃത്യമായി ഒരു ഒപ്പീനിയൻ അറിയണം. അപ്പം നമ്മളിങ്ങനെ ഒരാളെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കാണുമ്പോഴത്തേക്കിനും അവർ സ്ലോ മോഷനിൽ നടക്കുന്നതായിട്ട് തോന്നുമല്ലോ ചില സമയത്ത്. അപ്പൊ അങ്ങനെ തോന്നുന്ന ഡ്രസ്സ് ഏതാണെന്ന് സുഹൂക്ക് വേണം എനിക്ക് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടാണ് ഇവൾ വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്നിട്ട് ആ കടയിലുണ്ടായിരുന്ന ബ്ലാക്ക് ഡ്രസ്സസ് മുഴുവൻ ഇവള് ട്രൈ ചെയ്യും. പക്ഷെ ഇവനതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. സാൻജിൻ ഈ സമയത്ത് ഓഫീസിലിരുന്നിട്ട് ഇങ്ങനെ സുഹൂക്ക് പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്, ലാസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു. ഇവർ കോർട്ടിൽ ഇരിക്കുമ്പോഴും സാൻജിൻ ഉറങ്ങുമായിരിക്കും. അപ്പോൾ വക്കീൽ വന്ന് വിളിക്കുന്നുണ്ടെ വൈഫാണ് ഇവനെ വിളിച്ചുണർത്തി അകത്ത് കൊണ്ടുപോകുന്നത്. എന്നിട്ട് തിരിച്ചടങ്ങുന്നുണ്ടെ നമുക്ക് കഴിക്കാൻ പോയാലോ എന്ന് ഇവൻ വൈഫിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം വൈഫ് ഇവനെ ശപിക്കുന്ന കൂട്ടാണ് പറയുന്നത്, നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോട്ടെ, എപ്പോഴും തന്നെ കഴിക്കേണ്ടി വരട്ടെ, കമ്പനി തരാൻ ആരും ഇല്ലാതിരിക്കട്ടെ, ലോൺലിനെസ് എന്താണെന്ന് നീ അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വൈഫ് പോകുന്നത്. അപ്പം ജീവിതത്തിൽ അവർക്ക് അത്രയും ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട് അവർ കല്യാണം കഴിച്ചു ഒന്നിച്ച് താമസിക്കുമ്പോഴും. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാലോചിച്ചിട്ട് ഇവൻ പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കിനും എല്ലാവരും കഴിക്കാൻ പോയിട്ടുണ്ടാവും. അപ്പൊ ഇവൻ സുഹൂക്കിനെ വിളിച്ചു നോക്കും, എവിടെയാണ്, ഇപ്പൊ വരാൻ പറ്റുമോ, നമുക്ക് കഴിക്കാൻ പോകാനാണെന്ന് പറയുമ്പോൾ ഇവിടെ ഇതൊന്നും ഇപ്പോഴെങ്ങും വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ കുറച്ച് ബിസിയാണെന്ന് പറയും. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതന്നെയാണ് ബോറ അകത്ത് നിന്ന് ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട് വരുന്നത്. അത് കാണുമ്പോൾ അവന് നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, ഇയാളിപ്പോ മനഃപൂർവ്വം സ്ലോ മോഷനിൽ നടന്നു വന്നതാണോ എന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് ഈ ഡ്രസ്സ് തന്നെ മതി എന്ന് മനസ്സിലാവും. അവിടുന്ന് ഇറങ്ങുന്ന തന്നെ ബില്ലൊക്കെ ചെയ്തിട്ട് ഇറങ്ങുന്ന തന്നെയാണ് യൂറി അവിടേക്ക് വരുന്നത്. ഇവളെ കണ്ടോണ്ട് ഓടി വന്ന് സംസാരിക്കും. റേഡിയോ ഷോയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ വിളിക്കാനിരിക്കുമായിരുന്നു, എല്ലായിടത്തും ഹായ് പറയണം, ഞാൻ അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്തോളാം എന്ന് യൂറി എടുത്ത് പറയും. യൂറി എന്നിട്ട് ഇങ്ങനെ എസ്കലേറ്റർ കയറി പോകുമ്പോൾ ഇവളും സുഹൂക്ക് കൊണ്ട് അവിടെ ഇരിക്കുന്നതായിട്ട് കാണും. പക്ഷെ ബാക്കിൽ നിന്ന് കാണുന്നത് കൊണ്ട് സുഹൂക്ക് കാണുന്ന നമുക്ക് മനസ്സിലാവത്തില്ല, ഒരു സംശയമേ ഉള്ളൂ. അപ്പൊ ജുവാനെ നോക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഞായറാഴ്ച 2 മണിക്ക് ആ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിൽ വരണം എന്ന് ഇവിടെ സുഹൂക്കിന്റെ അടുത്ത് പറയും. സുഹൂക്കാണ് ഞാൻ എന്തിനാ വരുന്നത് ചോദിക്കുമ്പോൾ, ഈ ബുക്ക് നമ്മുടെ രണ്ടുപേരുടെ ആവശ്യമാണ്, ഇയാൾ വന്നാലേ പറ്റത്തുള്ളൂ, എനിക്ക് വണ്ടിയൊന്നുമില്ല, കാറിനകത്തിരുന്നാലേ ഒളിഞ്ഞു നിന്ന് നോക്കാൻ പറ്റുള്ളൂ, അല്ലാതെ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിൽ പോയി ഒളിച്ചു നിന്നിട്ട് ജുവാൻ വരുന്നുണ്ടോ നോക്കിക്കൊണ്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല, 2 മണിക്ക് വരണം എന്ന് പിന്നെയും പറയും. ഇവനാണെങ്കിൽ ചെല്ലത്തില്ലെന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. ഞാൻ എന്തായാലും ഇയാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പോകുന്നത്. സുഹൂക്ക് ചെല്ലത്തില്ലെന്ന് മനസ്സിലാവുമ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടേ മിസ് ബാങ്ക് അവിടേക്ക് വരും. കഴിക്കാൻ പോവുകയാണോ, നമുക്ക് ഒന്നിച്ച് കഴിക്കാമെന്ന് പറയും. അപ്പൊ എനിക്ക് വിശക്കുന്നില്ല എന്നാണ് സാൻജിൻ പറയുന്നത്. പക്ഷെ സാൻജിൻ പോയി സ്നാക്സ് വാങ്ങിച്ചോട്ട് വരുന്നത് മിസ് ബാങ്ക് കാണും. അപ്പം വിശപ്പുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും. നമുക്ക് ഒന്നിച്ച് കഴിക്കാന്ന് പറഞ്ഞ് നിർബന്ധിച്ച്
സാങ്ഷനെ വിളിച്ച് കഴിക്കാനായിട്ട് തുടങ്ങും. ഇവളാണെങ്കിൽ സോസ് വെച്ചിട്ട് അതിനകത്ത് ഹാർട്ട് വരച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പം പല പ്രാവശ്യമായി ഇവള് ഒരുപാട് പ്രാവശ്യം ഇവന് എന്തെങ്കിലും ഇവളെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഹാർട്ടാണ് കാണിക്കുന്നത്, ഫിംഗർ ഹാർട്ട്സ് ആണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം ഇവന് കുറച്ച് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇയാൾക്ക് ഹാർട്ട് ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ടല്ലെന്ന് മിസ് ബാങ്ക് പറയും. അപ്പൊ ഇവന് കാര്യം മനസ്സിലാവും. പക്ഷെ അവളെ കൊണ്ട് പറയിക്കാതിരിക്കാൻ ഒരു മാർഗവും കാണുന്നില്ല. ഇവനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരും. നിങ്ങൾ കഴിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് അവർ അകത്തേക്ക് പോകുമ്പോഴത്തേനും പിന്നെ ഇവർക്ക് ബാക്കിയൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. ബോമിയും ജിൻഹോയും കൂടി മീറ്റ് ചെയ്യും. അവരിങ്ങനെ വരുന്നുണ്ട്. ഒരു ബാൻഡ് അവിടെ റോഡിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഇവരെ കാണുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവൻ ഒരു ബൊക്കെയൊക്കെ കൊണ്ട് അവിടെ നിന്ന് ഇവരുടെ കൂടെ പാടിക്കൊണ്ട് വന്ന് ഇവളെ പ്രപ്പോസ് ചെയ്യും. ഇവർക്ക് ആകെ നാണക്കേടായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. ഇവനാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കൊണ്ടുവന്ന് നമുക്ക് ബൊക്കെ കൊടുത്ത് ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് പെൺകുട്ടികളൊക്കെ അയ്യോ പാവം, എനിക്ക് അതിനെ ആലോചിച്ചിട്ട് സങ്കടം വരുന്നുണ്ട്. ഇത്രയും പേരുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ പെൺകുട്ടി നാണം കെട്ടില്ലേ, ഈ ആൺകുട്ടിക്ക് എന്താ ഇത്രയ്ക്ക് ബോധമില്ലേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് ഇവർക്ക് കേൾക്കാം. അവിടെ ദേഷ്യത്തിന് ഇത് വാങ്ങിക്കാതെ പോകുന്നുണ്ട്. എല്ലാവരും ഇവനെ ആശ്വസിപ്പിക്കും. പക്ഷെ അന്നേരം തന്നെ തിരിച്ചു വന്നിട്ട് ഇവരിത് വാങ്ങിക്കും. കുറച്ചു ദൂരം ചെന്ന് കഴിയുമ്പോൾ അവനോട് ദേഷ്യപ്പെടും. എന്താലോചിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇത് എത്ര എംബാരസിംഗ് ആയിരുന്നു എന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇത് ഇയാൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് അവരെന്നോട് പറഞ്ഞതെന്ന് പറയും. അപ്പൊ ബോറയും യൂജിങ്ങും ആണ് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇയാൾ ബാക്കിയുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം എന്നറിയത്തില്ല, അതുകൊണ്ടാണെന്ന് പറയുമ്പോഴത്തേക്കും ഇയാള് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് പെരുമാറാൻ മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ അത് തന്നെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയും. ഞായറാഴ്ച എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റത്തില്ലെന്നാണ് സുഹുക്ക് ബോറയെടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷെ ശരിക്കും അവനൊന്നും ചെയ്യാനില്ലായിരുന്നു. വീട്ടിൽ നിന്നിട്ട് വെറുതെ ഇരുന്ന് ബുക്കൊക്കെ വായിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ബോറ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവന്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. ഞായറാഴ്ച 2 മണിക്ക് എത്തണം, മറന്നു പോകരുത്, ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞത് വീണ്ടും വീണ്ടും അത് തന്നെ ഓർമ്മയിൽ വരുമ്പോൾ അവൻ റെഡി ആയിട്ട് ആ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിൽ ചെന്ന് ബോറയെ വെയിറ്റ് ചെയ്ത് ഇരിക്കും. ബോറ അവിടേക്ക് വരുമ്പോൾ സുഹൂക്കിന്റെ കാർ കാണും. അന്നേരം മനഃപൂർവ്വം സ്ലോ മോഷനിൽ നടന്നിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. സുഹു ചോദിക്കും ഈ ആഴ്ച വന്നില്ലെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വരാതിരിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി അഥവാ വന്നില്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഞാൻ എന്തിനാണ് ഇയാളോട് എല്ലാ ആഴ്ചയും വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓൾറെഡി പറഞ്ഞില്ലേ ഇത് നമ്മുടെ രണ്ടുപേരുടെ ആവശ്യമാണ്, എൻ്റെ മാത്രം ആവശ്യമല്ല, ബുക്ക് എഴുതുക എന്നുള്ളത് രണ്ടുപേരുടെ ആവശ്യമാണെന്ന് പറയും. സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജുവാന്റെ വണ്ടി അവിടേക്ക് വരുന്നത് കാണാം. ഇവള് പോകാനായിട്ട് റെഡിയാവും. ഓക്കെ ആണോ, കാണാനൊക്കെ നല്ല രസമാണോ എന്നൊക്കെ ചോദിച്ച് സുഹൂരിൻ്റെ അടുത്ത് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇവള് പുറത്തിറങ്ങുന്നത്. ജുവാൻ ഓർഡർ ചെയ്ത് നൂഡിൽസ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ബോറയാണ്. അത് കാണുമ്പോൾ അവൻ ഞെട്ടും. പക്ഷെ അവൾ സാധാരണ പോലെ നമുക്ക് സംസാരിക്കാമോ എന്ന് ചോദിക്കും. അവൻ ആ ഓക്കെ എന്ന് പറയും. ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ജോലിയൊക്കെ എങ്ങനെ പോകുന്നു, സുഖമാണോ എന്നൊക്കെ സാധാരണ പോലെയാണ് ബോറ സംസാരിക്കുന്നത്. അപ്പൊ അവൻ്റെ സംശയമുണ്ട്. പക്ഷെ അവൻ അതെല്ലാം മറുപടി പറയും. നമ്മൾ അന്ന് അങ്ങനെ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഒന്ന് കാണണമെന്ന് ഞാൻ വിചാരിച്ചു, ഇവിടെ വരുമെന്ന് എനിക്കറിയായിരുന്നു, എന്റെ പ്രതീക്ഷ തെറ്റിയില്ല, നമ്മൾ ഒരുപാട് കാലം ഇവിടെ വന്നതാണല്ലോ. പക്ഷെ നമ്മളുടെ ആ ഒരു റിലേഷന്റെ അത്രയൊരു ടൈം ലൈനൊക്കെ വെച്ചിട്ട് മാന്യമായ രീതിയിൽ നമുക്ക് പിരിയായിരുന്നു, അത് സംഭവിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവൻ ഉടനെ സോറി പറയും. അവൾ പറയുന്നത് ഞാനും ക്ഷമ പറയുകയാണ്, കാരണം അതൊന്ന് അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു. രണ്ടുപേർക്കും സന്തോഷം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യവുമില്ല. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇത്രയും കാലമായില്ലേ, അപ്പോൾ എനിക്ക് കുറച്ച് സമയം തരായിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പറ്റിയതല്ല ഇത്, മൂന്നാമതൊരാള് നമ്മുടെ ഇടയിൽ വന്നതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറയുമ്പോൾ ഇവൻ വീണ്ടും സോറി പറയും. അപ്പോൾ അവള് പറയുന്നത് സോറി പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതല്ല, ഞാൻ സത്യസന്ധമായി എന്താണ് സംഭവിച്ചതെന്നുള്ള ഫാക്ട്സ് പറയുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് വീണ്ടും കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് പഴയതുപോലെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കാനൊന്നും പറ്റത്തില്ല. എങ്കിൽ പോലും ഈ ആളെ കണ്ടല്ലോ, എൻ്റെ ഇന്നത്തെ ദിവസം പോയല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കാണാനായിട്ട് തീരുമാനിച്ചത്. പേടിക്കണ്ട, ഞാൻ നമ്മുടെ ബ്രേക്കപ്പ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തു, സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവള് പോകാനായിട്ട് എഴുന്നേക്കുമ്പോൾ ഇവനും കൂടെ ചെല്ലാനായിട്ട് എഴുന്നേക്കും. അപ്പോൾ ഇവള് പറയുന്നത് വേണ്ട, എന്നെ കൊണ്ടുവിടാനൊന്നും പറയണ്ട, ഏറ്റവും ഇഷ്ടമുള്ള നൂഡിൽസ് അല്ലേ, അത് കഴിക്കാതെ ഒന്നും പോകണ്ട, അത് ആറിപ്പോകുന്നതിന് മുമ്പ് കഴിച്ചോളൂ, ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇയാൾക്ക് ഇത് ഓർത്തിട്ട് സങ്കടമായിരിക്കും എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ചിരിച്ച് അവനെ നോക്കി കൈ കാണിച്ചിട്ടാണ് ഇവള് പോകുന്നത്. ഇവള് പുറത്തല്ലുന്നുണ്ട്, സുഹൂക്ക് അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഇയാൾ പോയിട്ടില്ലായിരുന്നു, എന്താ പോകാൻ ഞാൻ ചോദിച്ചോണ്ട് ചെല്ലുമ്പോഴത്തേക്കിനും വാ ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് സുഹൂക്ക് ഇവളെയും വിളിച്ചോണ്ട് പോകും. ഇവനകത്ത് നിന്ന് നോക്കുമ്പോൾ ഇവള് വേറെ ആരുടെയോ കൂടെ പോയി കാറിൽ കയറുന്നത് കാണും. എന്നാലും ഇയാൾ എന്തിനാ വെയിറ്റ് ചെയ്തത്, ഞാൻ അവിടെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചോ, തിരിച്ചിറങ്ങിയപ്പോൾ ഈ പാട്ടും പാടി ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ കാലുകളൊക്കെ തളരുന്നത് പോലെ എനിക്ക് തോന്നി, എങ്കിലും ഞാൻ കരഞ്ഞില്ല എന്നവള് പറയും. അപ്പം അവളൊരു അപ്രിസിയേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലാവും. ഇയാള് നല്ല രീതിക്കാണ് ബ്രേക്കപ്പ് ആയിട്ട് തിരിച്ചു വന്നത്, അതിന് കൺഗ്രാറ്റ്സ് എന്ന് അവൻ പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് സന്തോഷമാവും. അവിടുന്ന് അവളെ കൊണ്ടുപോകുന്നത് ഒരു കോയിൻ ബൂത്തിലേക്കാണ്. അവിടെ കോയിനൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ പാടാം. അപ്പൊ അവിടെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും ഇയാൾക്ക് പാട്ട് പാടണമെന്നല്ലേ പറഞ്ഞത്, പാടിക്കൊള്ളാനായിട്ട് പറയും. അങ്ങനെ കുറെ സമയം അവരൊന്നിച്ച് അവിടെ സ്പെൻഡ് ചെയ്യും.
ഇന്നത്തെ ദിവസം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അതിന് ഇയാളോട് ഞാൻ താങ്ക്സ് പറയുകയാണ് എന്ന് ബോറ സുഹൂക്കിന്റെ അടുത്ത് പറയും. അപ്പൊ സുഹൂക്ക് തിരിച്ചും പറയുന്നത്, ഞാനും ആകെ വിഷമത്തിലായിരുന്നു, പക്ഷെ ഇയാളെ പരിചയപ്പെട്ടപ്പോൾ മുതൽ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞിട്ടായിരുന്നെങ്കിലും നല്ല ഫണ്ണായിരുന്നു. അതിന് ഇയാളോടും താങ്ക്സ് ഉണ്ടെന്ന് തിരിച്ചും പറയും. ആ സമയത്ത് സുഹൂക്കിന് ബോറയുടെ അടുത്ത് കുറച്ച് അട്രാക്ഷൻ തോന്നും. അത് അവൾക്ക് മനസ്സിലാവുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും രണ്ടുപേർക്കും അൺകംഫർട്ടബിൾ ആയിട്ട് തുടങ്ങുമ്പോഴത്തേക്കും വീട്ടിൽ പോകാമോ എന്ന് സുഹൂക്ക് ബോറയുടെ അടുത്ത് ചോദിക്കും. അങ്ങനെ അവർ പോകാനായിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കും ബോറ ആ ഡോറ് തുറക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും സുഹൂക്ക് തിരിച്ച് പിടിച്ചു നിർത്തി കിസ് ചെയ്യും.